മോൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ എന്ന് പറയുന്ന വീഡിയോയുടെ രണ്ടാം ഭാഗമാണിത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതൊന്ന് കാണുക. മോൻ്റെ കുട്ടിക്കാല ഓർമ്മകൾ പാർട്ട് 1 എന്നും പറഞ്ഞ് ഉണ്ട്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സത്യം പറഞ്ഞാൽ മോന് ഓട്ടിസമാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം ഉണ്ടായ ആ കാലങ്ങളിലേക്ക് മനസ്സ് പോവാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് സത്യം. എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ആ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു വ്യസനോ ഒരു ഭീതിയോ വല്ലാത്തൊരു ട്രോമയിൽ കൂടിയാണ് അന്ന് ഞാനും കുടുംബവും കടന്നു പോയത്. ഇപ്പം ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. ഇപ്പം മോൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷവും ജീവിക്കാനൊരു പ്രതീക്ഷയൊക്കെ തരുന്നുണ്ട്. ഞാൻ ആ കഥകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഗൾഫ് പോകുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ ഗൾഫ് പോകുന്ന സമയത്തുണ്ടായ ചെറിയ കുറച്ച് ഓർമ്മകൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാം. ഇത് വൈഫാണ് എന്നോട് പറഞ്ഞത്, നിങ്ങൾ ആ കഥകളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുമെന്ന്. കാരണം കുട്ടികൾ ചെറുതാവുമ്പോൾ ഞാൻ അവർക്ക് ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വലിയൊരു സ്റ്റോറിയൊന്നുമല്ല. ഏതൊരു പ്രവാസിക്കും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും സ്വന്തം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. അതൊക്കെ പലവരും കുറിച്ച് വെച്ചാൽ ശരിക്കും നല്ലൊരു കഥയാണ്. കേൾക്കുന്നവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു വരുന്നത് 1989 കാലഘട്ടങ്ങളിലാണ്. അന്ന് ഞാൻ പഠനം കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് ഗൾഫിലേക്ക് പോകണം. കാരണം എൻ്റെ 3 അമ്മാവന്മാർ ഗൾഫിലായിരുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഗൾഫിലേക്ക് പോകണം. പഠനം കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. പഠിത്തത്തിൻ്റെ ഇടയിൽ ഗൾഫ് മോഹം വന്ന് അങ്ങനെ ഗൾഫിലേക്ക് പോവാണ്. അന്ന് വാർത്താവിനിമയ സംവിധാനങ്ങളൊന്നും ഇത്രയൊന്നും പുരോഗതിയില്ല. ആകെയുള്ളത് ഇല്ലൻ്റ് കാർഡ് ഇത് മാത്രമാണ്. പിന്നെ ഞങ്ങളുടെ പോസ്റ്റ് ഓഫീസിലൊരു ഫോണുണ്ട്. പക്ഷെ അതാരും ഉപയോഗിക്കില്ല. കാരണം അതിനകത്ത് നമ്മൾ ട്രങ്ക് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്ത് പിന്നീട് ഒക്കെ വേണം സംസാരിക്കാൻ. അതുകൊണ്ട് ഫോണ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ആ കാലഘട്ടത്തിൽ ഞാൻ കോഴിക്കോട് നിന്നാണ് ഗൾഫിലേക്ക് ആദ്യമായിട്ട് യാത്ര തുടരുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വിസ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തത് ബോംബെയിലാണ്. അപ്പോൾ വിസ പെരിന്തൽമണ്ണയുള്ള ഒരു ട്രാവൽ ഏജൻസി മുഖാന്തരമാണ് കൊടുത്തത്. ബോംബെയിൽ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു. പെരിന്തൽമണ്ണ അവർക്ക് വിവരം കിട്ടി. പക്ഷേ അത് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമില്ലാത്ത കാരണം അവർ കാർഡൊക്കെ എഴുതി വിട്ടു. ഞാൻ യാദൃശികമായിട്ട് എന്തായെന്ന് അറിയാൻ വേണ്ടി ചെന്നപ്പോഴാണ് അവർ പറയുന്നത് 48 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ബോംബെയിൽ നിന്ന് ഫ്ലൈറ്റാണ് ജിദ്ദയിലേക്ക്. അപ്പോൾ എത്രയും പെട്ടെന്ന് 48 മണിക്കൂറിനകത്ത് ബോംബെയിലെത്തണം. അന്ന് ഇന്നത്തെ പോലെ ഫ്ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. ട്രെയിനിന് വേണം പോകാൻ. വീട്ടിൽ പോയി എത്രയും പെട്ടെന്ന് ഇന്ന് രാത്രി തന്നെ തിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കിട്ടുന്ന തുണികളെല്ലാം എടുത്തൊരു ബാഗിലാക്കി ഞാനും ഫാദറും കൂടെ കോഴിക്കോട് നിന്ന് ബോംബെക്ക് ബസ് പോകുന്നുണ്ട് രാത്രി. അപ്പോൾ അതിന് കയറി കഴിഞ്ഞാൽ എനിക്ക് ഏകദേശം ഫ്ലൈറ്റിൻ്റെ ടൈമിന് ഒരു 6 മണിക്കൂർ മുമ്പ് ബോംബെയിലെത്താം. ആ കാൽക്കുലേഷൻ ആരോ ട്രാവൽ ഏജൻസി പറഞ്ഞാൽ അത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. കോഴിക്കോട് എത്തി. രാത്രി 9 അവിടെ ചെന്ന് അന്വേഷിച്ചപ്പം ബോംബെക്ക് അങ്ങനെ ഒരു ബസ്സേ ഇല്ല. ഉണ്ട്, പക്ഷെ അത് ആഴ്ചയിൽ എപ്പോഴൊക്കെ ഉള്ളൂ. ഞങ്ങൾ ചെന്ന ദിവസമല്ല. പിന്നെ അവിടുന്ന് അവർ പറഞ്ഞു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മംഗലാപുരത്തേക്ക് ബസ് പോകുന്നുണ്ട്, KSRTC, അതിന് കയറുക. മംഗലാപുരത്തുനിന്ന് ബോംബെക്ക് ബസ് കിട്ടും പറഞ്ഞു. രാത്രി 10 മണിക്ക് ഫാദർ എന്നെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുത്തി. മൊത്തത്തിലൊരു ശൂന്യത. ആദ്യമായിട്ട് നാട് വിട്ടു പോകുന്നു ബോംബെക്ക്. അധോലോകം നമ്മൾ കേട്ടൊരു ഭീകരാന്തരീക്ഷം ഉണ്ടല്ലോ, അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. എന്തായാലും ഞാൻ അങ്ങനെ ബസ് കയറി. ഫാദർ യാത്ര പറഞ്ഞു പോയി. ബസ് കിടന്നുറങ്ങി. പിന്നീട് പോലീസുകാർ വന്ന് തട്ടുമ്പോഴാണ് ഞാൻ ഉണരുന്നത്. നോക്കുമ്പം കേരള കർണാടക അതിർത്തിയാണ്. അവരെന്നെ എണീപ്പിച്ചു. ബാഗൊക്കെ പരിശോധിച്ചു. ഒക്കെ ജീവിതത്തിൽ ആദ്യമൊരു അനുഭവമാണ്. അങ്ങനെ പോയി. രാത്രി ഒരു നേരം വെളിച്ചാവുന്ന സമയത്ത്, ഒരു നേരം വെളുത്തിട്ടില്ല, ആ സമയത്താണ് മംഗലാപുരത്ത് ചെന്നിറങ്ങുന്നത്. ബസ് സ്റ്റാൻഡ് വിജനം. കുറച്ച് ഭിക്ഷക്കാർ അവിടെ ഇവിടെയും കിടന്നുറങ്ങുന്നുണ്ട്. ഭിക്ഷക്കാരാണോ അതോ യാത്രക്കാരാണോ എന്നറിയില്ല. എന്തായാലും പേടിപ്പെടുത്തുന്ന അന്തരീക്ഷം. ഞാൻ അവിടെ ഇരുന്നു. കൗണ്ടറിൽ പോയി അന്വേഷിച്ചു. നമുക്ക് കന്നഡ വശമില്ല. അവർക്ക് അത്യാവശ്യം മലയാളം അറിയുന്നതുകൊണ്ട് പറഞ്ഞു ബോംബെക്ക് ബസ്സില്ല, പൂനെയ്ക്കൊരു ബസ് പോകുന്നുണ്ട് രാവിലെ 10 മണിക്ക് എങ്ങാണ്ടോ. ശരി, അതിനെ കാത്തു നിന്നു. ആ സമയത്ത് ഇരുട്ടത്ത് നിന്ന് ഒരു മുഷിഞ്ഞ വേഷധാരി, അതായത് ഡ്രസ്സൊന്നും അങ്ങനെ അയൺ ചെയ്തിട്ടൊരു വെൽ ഡ്രസ്സഡ് ഒന്നുമല്ല, ഒരാൾ വന്നു. മലയാളത്തിലാണ് സംസാരിക്കുന്നത്, പക്ഷെ ഒരു വല്ലാത്തൊരു മലയാളം. അപ്പോൾ പുള്ളി കാസർഗോഡുകാരനാണ്. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അയാൾ വന്ന് എന്നോട് സംസാരിച്ചു. അപ്പം ഞാൻ അറിഞ്ഞിടത്തോളം ബോംബെ എന്ന് പറയുന്ന അധോലോകം നമ്മളെ പിടിച്ചു പറിക്കുന്നു, നമ്മളെ കൊണ്ടുപോകുന്നു, കൊല്ലുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു പേടിപ്പെടുത്തുന്ന ഒരു അന്തരീക്ഷം. അതാണ് എൻ്റെ മനസ്സിൽ ബോംബെയെക്കുറിച്ച്. അവിടേക്കാണ് ഞാൻ പോകുന്നത്. ആ ഒരു ഭീതി എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ മലയാളി വന്ന് എന്നോട് സംസാരിച്ചു. എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ ഗൾഫിൽ പോവുകയാണെന്നൊക്കെ പറഞ്ഞു.
എൻ്റെ കയ്യിലാണെങ്കിൽ വലിയ കാശൊന്നുമില്ല. ബോംബെയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കഷ്ടി പോകാനുള്ള ചിലവിനുള്ള കാശേ കയ്യിലുള്ളൂ. പാസ്പോർട്ടൊന്നുമില്ല, പാസ്പോർട്ടൊക്കെ ബോംബെയിലാണ്. അങ്ങനെ ഈ മലയാളിയെ വന്ന് സംസാരിച്ചു. അയാളും ബോംബെക്കാണ് പറഞ്ഞു. അപ്പോൾ അയാൾ ശരി എന്നാൽ നമുക്ക് ഒന്നിച്ച് പൂനെക്ക് പോകാൻ പറഞ്ഞു. അയാൾ എന്നോട് ഭയങ്കര സ്നേഹം. പക്ഷേ എനിക്ക് ഇയാളെ വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇയാൾ എന്നെ വളർത്താനാണോ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് എന്നുള്ളത് എത്രയായിട്ടും എനിക്ക് ഇയാളെ അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. ആ മനുഷ്യ സ്നേഹിയാണെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ അവസ്ഥയൊക്കെ കണ്ടപ്പോൾ എന്നാൽ എനിക്ക് ഭാഷ അറിയില്ല, എന്നാൽ പുള്ളി എന്നെ സഹായിക്കാം എന്നുള്ള ലെവലിലാണ് പുള്ളി എൻ്റെ കൂടെ കൂടിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബസ് കയറി യാത്ര തുടർന്നു. എത്രയായാലും ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് കൈവിടില്ല. എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പേടി ഇയാളെയാണ്, എന്നെ ഏറ്റവും വിശ്വാസം ഇയാളെയാണ്. ഇയാളെങ്ങാനും എന്നെ വല്ല മയക്കുമരുന്ന് തന്ന് മയക്കി കിടത്തി എൻ്റെ ബാഗ് കൊടുത്തിട്ട് പോവോ. അങ്ങനെ ഞങ്ങൾ ബോംബെ വരെ എത്തി. എനിക്ക് എത്രയായിട്ടും ഒരു വിശ്വാസം വരുന്നില്ല. ബോംബെയിലെത്തിയില്ല കേട്ടോ, പൂനെയിലെത്തി ഞങ്ങൾ ഇറങ്ങി തിരിച്ച് ബോംബെക്ക് ട്രെയിൻ കയറി. ഞങ്ങൾ കയറിയ ട്രെയിനിൽ നോക്കുമ്പം വിരലിലുണ്ടാവുന്ന ആൾ, തിരക്കേ ഇല്ല, 1-2 പേര് മാത്രം. സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബോംബെക്ക് പോകുന്ന ട്രെയിനിലല്ല കയറിയിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അടുത്ത സ്റ്റോപ്പ് വരെ ഉള്ളൂ ആ ട്രെയിൻ, അതിനകത്താണ് കയറിയിരിക്കുന്നത്. എന്തായാലും അവിടെ പോയി ആ ട്രെയിനിൽ നിന്ന് പിന്നെ വേറെ ബോംബെക്ക് ട്രെയിൻ കയറി. അങ്ങനെ ബോംബെയിൽ ചെന്ന് ട്രാവൽ ഏജൻസി, നമ്മൾ വിചാരിച്ചു വലിയ ഓഫീസും കെട്ടിടമൊക്കെ. ടെംകർ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ഗല്ലിയിൽ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ ഒരു ബിൽഡിങ്ങിൻ്റെ മേലെ ഒരു ചെറിയ റൂം, അതാണ് ട്രാവൽ ഏജൻസി. ഇവരുടെ ഈ അഡ്രസ്സും തന്നിട്ടാണ് എന്നെ വിട്ടിരിക്കുന്നത്. അവർ പറഞ്ഞത് നിങ്ങൾ ബോംബെ പോയി ഇറങ്ങുന്നു, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ ടാക്സി വിളിക്കുന്നു, നേരെ നിങ്ങളവിടെ മറ്റേ ട്രാവൽസിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ ഓഫീസ് കൊണ്ടേക്കുന്നു. സത്യം പറഞ്ഞാൽ ആ മലയാളി കിട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ബോംബെയിൽ തെണ്ടിപ്പോയേനെ. അതാണ് അവസ്ഥ. എന്ത് ടാക്സി, എന്ത് ടെംകർ സ്ട്രീറ്റ്, എന്ത് ഓഫീസ്, ഒന്നുമില്ല. ആ മലയാളി പക്ഷേ അയാളുടെ ഫാദറിന് അവിടെ ഹോട്ടലാണ്. അപ്പോൾ അയാൾക്ക് നന്നായിട്ട് ഭാഷ വശം ഉണ്ടാവുകൊണ്ട് പുള്ളി എന്നെ വളരെ ക്ലിയറായിട്ട് ആ മറ്റേ ട്രാവൽ ഏജൻസിയിൽ കൊണ്ടുപോയി ആക്കി. അപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു തുക ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം നിരസിച്ചു. പക്ഷേ ഞാൻ സ്നേഹത്തോടെ കൊടുത്തപ്പം പുള്ളി അത് വാങ്ങിച്ചു. അതിനുശേഷം പുള്ളിയുടെ അഡ്രസ്സ് തന്നു. അന്ന് രാത്രി 3 മണിക്ക് എനിക്ക് ജിദ്ദയിലേക്കുള്ള ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് കയറി ഞാൻ പോയി. വൈഫ് 2ാമത് പ്രഗ്നൻ്റ് ആയപ്പോൾ ഗൈനക്കോളജി ഡോക്ടറെ കാണാൻ പോയി എന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് ആ റൂമിൽ മോനെ കുറച്ച് ഹൈപ്പറായിരുന്നു. അവൻ റൂമിൽ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. ടേബിളിലുള്ള പേനയും പേപ്പറും ഒക്കെ വലിച്ചപ്പം ഡോക്ടർ വൈഫിനെ പരിശോധിച്ചതിന് ശേഷം പുറത്തിരിക്കാൻ പറഞ്ഞു. അതിന് ശേഷം എന്നോട് പറഞ്ഞു, മോന് കുറച്ച് ഡിലേ ആണ് കാര്യങ്ങൾ, അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ നാട്ടിൽ വിട്ടിട്ട് മോനെ ഒരു ഡോക്ടറെ കാണിക്കണം. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പ്ലേ സ്കൂളിൽ എവിടെയെങ്കിലും വിട്ട് അവനെ റിക്കവർ ആക്കണം എന്ന് പറഞ്ഞു. ഞാനതെല്ലാം വളരെ സിമ്പിളായിട്ട് ഓക്കെ എന്ന്. എനിക്കാണെങ്കിൽ ഇവർ പോയതിന് ശേഷം റൂമിനകത്ത് നിൽക്കാനും പറ്റുന്നില്ല. ആകമൊത്തം ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥ. 3 മാസത്തിനുള്ളിൽ അവർ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിക്കണം എന്നുള്ളത്. പക്ഷേ ഓരോ ദിവസവും നാട്ടിൽ നിന്ന് വരുന്ന ഫോൺ കോളുകളും വിവരങ്ങളും ഭയങ്കര ഭീതിപ്പെടുത്തുന്നതായിരുന്നു.